ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു പൂരി മസാല തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്കിന്നത് തയ്യാറാക്കാം. ഈ കറിക്ക് ബാജി എന്ന് പറയും. നമുക്ക് ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങ് എടുക്കാം. വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് മുറിച്ചതിന് ശേഷം ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. ഇതുപോലെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ബാജി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലോട്ട് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉഴുന്നിൻ്റെ കൂടെ തന്നെ കടലപ്പരിപ്പുണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ കടലപ്പരിപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ പൊട്ടുകടലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലോട്ട് സവാള അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 സവാളയും 3 പച്ചമുളകുമാണ് ചേർത്തേക്കുന്നത്. നമ്മൾ എരിവിന് വേണ്ടി വേറെ മുളകൊന്നും ചേർക്കാത്തത് കൊണ്ട് 3 പച്ചമുളക് വരെ നമുക്കിതിൽ ചേർക്കാം. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇത് ഇളക്കി കൊടുക്കാം. ഇത് ഒരുപാടിട്ടങ്ങ് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ടൊരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാളയൊക്കെ ഒന്ന് വാടി കിട്ടിയതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്ത് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചാലിച്ചെടുക്കാം. ഈ കറി ഒന്ന് കുറുകി കിട്ടാനായിട്ടാണ് നമ്മൾ ഈ കടലമാവ് ചേർക്കുന്നത്. കടലമാവ് ഇല്ലെങ്കിൽ പകരം പൊട്ടുകടല ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതി. ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്തൊന്ന് കലക്കിയെടുത്തതിന് ശേഷം നമുക്കിത് സവാളയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കടലമാവിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടാനായിട്ട് നമുക്കിത് ഒന്നും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കറിയിൽ നമ്മൾ മഞ്ഞൾ മാത്രമേ ചേർക്കാറുള്ളൂ. മറ്റുള്ള മസാലകളൊന്നും ഇതിൽ ചേർക്കത്തില്ല. മഞ്ഞൾ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ആ കടലമാവ് കലക്കിയ പാത്രത്തിലാണ് വെള്ളം എടുത്തത്, അതുകൊണ്ടാണ് ഈ നിറം. ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഉപ്പ് ആവശ്യമെങ്കിൽ നമ്മൾ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഒന്നും കൂടി ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പുഴുങ്ങി ഉടച്ചു വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഉടയ്ക്കുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം അത് എടുക്കേണ്ടത്. തീരെ നമ്മളങ്ങ് ഉടച്ചെടുക്കരുത്. ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഇത് തിളപ്പിച്ചെടുക്കാം. കറിയൊക്കെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തത് കൊണ്ട് ഞാൻ കറിവേപ്പിലയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബാജി അല്ലെങ്കിൽ പൂരി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. ഇത് പൂരിയുടെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയോ ദോശയോ അപ്പത്തിൻ്റെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാനായിട്ട് പറ്റും. അപ്പോഴെൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്ന ഒരു കറിയും കൂടെ ആയതുകൊണ്ട് എല്ലാവർക്കും ഇത് തയ്യാറാക്കാനായിട്ട് പറ്റും. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.